എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് റിവ്യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഈ വീഡിയോ കണ്ടാൽ അവർ നിങ്ങളെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്തിരിക്കുന്നു തീർച്ച എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ സ എന്ന മലയാള അക്ഷരം പൈലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും സങ്കീർണത തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. സ്നേഹിക്കുന്ന ആളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. പക്ഷേ നിർഭാഗ്യവശാൽ പലപ്പോഴും പല പ്രശ്നങ്ങൾ ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ ചില പ്രതിസന്ധികൾ ആ ബന്ധത്തിലുണ്ടായി. ആ പ്രതിസന്ധികൾ പലപ്പോഴും നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിൻ്റെയൊക്കെ അപ്പുറത്തായിരുന്നു. ആ പ്രതിസന്ധികൾ നിങ്ങളെയും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ ഉരസിയിരുന്നു. ഒരുപാട് സ്നേഹിച്ച്, ഒരുപാട് ഇഷ്ടപ്പെട്ട് ആ വ്യക്തിയെ എപ്പോഴും കാണുവാനും ആ വ്യക്തിയോടൊപ്പം എപ്പോഴും സമയം ചെലവഴിക്കാനൊക്കെ ആഗ്രഹിക്കുമ്പോഴും ചില പ്രതിസന്ധി ഘട്ടങ്ങൾ മനസ്സിൽ ഉണ്ടായിരുന്നു. ആ വ്യക്തിക്ക് ചില തെറ്റിദ്ധാരണകൾ നിങ്ങളോടുണ്ടായിരുന്നു. സ്നേഹക്കൂടുതൽ കൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ കൂടുതൽ ആ വ്യക്തിയെ സ്നേഹിക്കാൻ തുനിഞ്ഞപ്പോൾ കൂടുതൽ അനാവശ്യമായ അവകാശവാദങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടാക്കുകയാണെന്നൊരു പക്ഷേ ആ വ്യക്തി ചിന്തിച്ചിരിക്കാം. ആ വ്യക്തി അങ്ങനെ ഒരു ചിന്തയിലേക്ക് കടന്ന് പോയിരിക്കാം. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു ഇഷ്ടങ്ങൾ, വലിയ തരത്തിലുള്ള ചില ഇഷ്ടക്കേടുകളൊക്കെ അതിൻ്റെ പിന്നിൽ ഉണ്ടായി. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന തോന്നലുകൾ, നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയോടുണ്ടായ ഇഷ്ടങ്ങൾ, അതിനെയൊക്കെ യഥാവിധി ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ദുഃഖം തോന്നിയ കാര്യമാണ്. ആത്മാർത്ഥമായി നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചപ്പോൾ ചിലപ്പോഴെങ്കിലും ആ വ്യക്തി സംശയത്തിൻ്റെ മുൾമുന നിങ്ങളിലേക്ക് നീട്ടിയെറിഞ്ഞിട്ടുണ്ട്. അത്തരം സംശയത്തിൻ്റെ മുൾമുനകൾ നിങ്ങളിലേക്ക് നീട്ടിയെറിഞ്ഞത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് മനസ്സിൽ വിഷമം തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ സംശയിക്കുന്നു, എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തളം കെട്ടിക്കിടന്നിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും നിങ്ങളുടെ നല്ല മനസ്സിനെ യഥാവിധി ആ വ്യക്തി മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. അത് നിങ്ങളിൽ ഒരുപാട് വിഷമമുണ്ടാക്കി. എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തുറന്നു പറയാതെ അത്ര വിഷമം തോന്നി. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ദുഃഖങ്ങൾ അറിയുന്നില്ല, അതിലൂടെ നിങ്ങൾക്കുണ്ടായ പ്രതിസന്ധികളെക്കുറിച്ച് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ വ്യക്തിക്കിപ്പോൾ അതിനെക്കുറിച്ച് കുറ്റബോധം തോന്നുന്നു. നിങ്ങളുടെ സ്നേഹത്തിന് പകരമായി വെക്കാൻ ഒരു സ്നേഹവുമില്ലെന്നും, നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതുപോലെ, നിങ്ങൾ ആ വ്യക്തിക്ക് നിലകൊണ്ടതുപോലെയുള്ള ഒരു നിലപാടുമായിട്ട് ആരും വരുന്നില്ലെന്നും എന്നുള്ള ബോധ്യം ആ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നു. മുൻപ് ചില ആളുകൾ ആ വ്യക്തിയെ വഴിതെറ്റിക്കാനോ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റുവാനുള്ള പല ശ്രമങ്ങളും നടത്തി. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് കൃത്യമായി ബോധ്യം വന്നിരിക്കുന്നു. നിങ്ങളാണ് ശരി, നിങ്ങൾ എടുത്ത നിലപാടുകളാണ് ശരി. നിങ്ങളെടുത്ത നിലപാടുകളും നിങ്ങളുടെ ശരികളും നിമിത്തം ആ വ്യക്തിക്കിപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിങ്ങളുടെ നിലപാടുകളിലെ നന്മ ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ള വസ്തുത ആ വ്യക്തി കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആ ഒരു വെളിച്ചത്തിലാണ് നിങ്ങളുടെ അടുത്തേക്ക് ആ വ്യക്തി വരുന്നത്, കുറ്റബോധത്തോടെ. തീർച്ചയായിട്ടും ഉടൻ നിങ്ങളുമായിട്ട് ആ വ്യക്തി ബന്ധപ്പെട്ടിരിക്കും, നിങ്ങളുമായിട്ട് അടുത്ത് വന്നിരിക്കും, സംസാരിച്ചിരിക്കും, വിളിച്ചിരിക്കും. കാരണം അല്ലാതെ ആ വ്യക്തിക്ക് സാധിക്കില്ല. അത്രത്തോളം കുറ്റബോധം ആ വ്യക്തിക്കുണ്ട്, തെറ്റിദ്ധാരണ മാറിയിരിക്കുന്നു എന്നുള്ള നിലയിലാണ് ആ വ്യക്തിയുടെ മനസ്സുള്ളത്. അടുത്തതായിട്ട് ഗ എന്ന മലയാള അക്ഷരം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ ഇതുവരെ ആ വ്യക്തി നിങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ നയം ആർക്കും വ്യക്തമാക്കിയിട്ടില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണ് കാത്തിരിക്കുന്നതെന്നോ എന്താണ് തോന്നുന്നതെന്നോ കൃത്യമായൊരു നിലപാടും ആ വ്യക്തി പറഞ്ഞിട്ടില്ല. ആ വ്യക്തി ഒരേ സമയം സ്നേഹിക്കുകയും ഒരേ സമയം നിങ്ങളുമായിട്ട് ഒരു നല്ല ബന്ധം തുടരാൻ കഴിയുന്നില്ല എന്നുള്ള വസ്തുത നിങ്ങളോട് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് പോലും ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നതെന്നോ
ആ വ്യക്തി ഏത് നിലപാടിലേക്ക് പോകുമെന്നൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ കുറേ കാലം മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ബന്ധം ഇനി മുന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥയിലാണുള്ളത്. ഈ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, ഈ വ്യക്തി നിങ്ങളെ അറിയുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി കൃത്യമായ ഒരു നിലപാട് സംസാരിക്കുന്നില്ല, നിങ്ങളെ കൃത്യമായി മനസ്സിലാക്കാതെയും നിങ്ങൾ കൃത്യമായി നിങ്ങളോട് നിലപാട് സ്വീകരിക്കാതെയും പോകുന്ന ഈ വ്യക്തി എന്ത് തീരുമാനമായിരിക്കും കൈക്കൊള്ളാൻ പോകുന്നത്, എന്ത് നിലപാടായിരിക്കും എടുക്കാൻ പോകുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ട്. നിങ്ങൾക്കൊരിക്കലും ചർച്ച ചെയ്യാൻ പറ്റാത്തതും നിങ്ങൾക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരു വസ്തുതയായിട്ടത് മാറുകയാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചത്. പക്ഷെ ആ വ്യക്തി ഇതുവരെ നിങ്ങൾ സ്നേഹിച്ച ആ സ്നേഹത്തിൻ്റെ നിലവാരം അനുസരിച്ച് നിങ്ങളോട് പ്രതികരിച്ചിട്ടില്ല, അത് മനസ്സിലാക്കിയിട്ടില്ല. അതിൽ നിങ്ങൾ അതീവ ദുഃഖമുണ്ട്. കാരണം ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ആളുകൾ പറയുന്ന, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കമ്മിറ്റ്മെൻറ്റുള്ള ചില ആളുകൾ പറയുന്ന വാക്കുകളും പ്രവൃത്തികളുമാണ് എപ്പോഴും ആ വ്യക്തി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് സ്വതന്ത്രമായൊരു നിലപാടെടുക്കാനോ സ്വതന്ത്രമായിട്ടൊരു തീരുമാനം എടുക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. ആ വ്യക്തിയുടെ തീരുമാനങ്ങളെല്ലാം തെറ്റായ രീതിയിലാണ്. മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അശക്തയായ ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി തുടരുകയാണ്. സ്വന്തം നിലപാടുകളുമായിട്ട് ഉറച്ചു പോകാൻ കഴിയുന്നില്ല. ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, വ്യക്തിപരമായ ആ വ്യക്തിയുടെ ആ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ആ വ്യക്തിക്ക് പ്രാപ്തി ഉണ്ടായിരുന്നെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയുമായിരുന്നു. പക്ഷെ ആ വ്യക്തി അത് ചെയ്യുന്നില്ല. ആ വ്യക്തി അത്തരമൊരു നിലപാടോ അത്തരമൊരു തീരുമാനത്തിലേക്കോ പോകാത്തത് കൊണ്ട് തന്നെ ഇതുവരെ ആ വ്യക്തിയുടെ മനസ്സ്, ആ വ്യക്തിയുടെ ആ ഹൃദയവികാരം തുറന്ന് പറയുവാനോ തുറന്ന് പ്രവർത്തിപ്പിക്കുവാനോ ഇതുവരെയും സാധിച്ചിട്ടില്ല. ആ വ്യക്തി ഒരുപാട് നിങ്ങളെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തിയുടെ ഒപ്പമുള്ള ആളുകൾ അതിനെ അനുവദിക്കുന്നില്ല. അവരെ ഭയമുള്ളത് കൊണ്ട് സ്വതന്ത്രമായൊരു തീരുമാനത്തിലേക്ക് എത്താനും ആ വ്യക്തിക്ക് കഴിയുന്നില്ല. ഇനി സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായും ആ വ്യക്തി സ്വന്തമായിട്ട് തൻ്റെ അഭിപ്രായം ആദ്യമായി ധൈര്യത്തോടെ തുറന്നു പറയുകയോ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇത്രയും കാലം ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാനും നിങ്ങൾക്കെതിരായിട്ടുള്ള തീരുമാനം എടുക്കാനും പ്രേരിപ്പിച്ച ചില ആളുകളുടെ പച്ചയായ മുഖം, അല്ലെങ്കിൽ ആ വികൃത മുഖം ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. ആ വ്യക്തികൾ ശ്രമിച്ചത് ആ വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടിയല്ലായിരുന്നു, ആ വ്യക്തിയെ നാശത്തിന് വേണ്ടിയായിരുന്നു. നിങ്ങളോടുള്ള വ്യക്തിവൈരാഗ്യ നിമിത്തമാണെന്നുള്ള സത്യം ആ വ്യക്തി അറിഞ്ഞിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്, തെറ്റ് ഏറ്റുപറയുകയാണ്. ഇപ്പോൾ ആ വ്യക്തിക്ക് ഇവിടെ സംസാരിക്കുന്നവരൊക്കെ നിങ്ങളുടെ നന്മയാണ് പറയുന്നത്. ഇതുവരെ ആ വ്യക്തിക്ക് അത് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു വിലയിരുത്തലേക്ക് ആ വ്യക്തി എത്തുന്നു. ഉടൻ ആ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹിക്കാനായിട്ട് മുന്നോട്ട് വരും. നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.